പത്തനംതിട്ടയിൽ കനത്ത മഴ. പമ്പാ നദിയിലും അച്ചൻകോവിലാറ്റിലെയും ജലനിരപ്പ് ഉയർന്നു. സത്രക്കടവിൽ റോഡിനടുത്ത് വരെ വെള്ളമെത്തി. പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടശ്ശേരിക്കരയിലെ കുമ്പളത്താമണിൽ മരം കടപുഴകി വീണ് വൈദ്യുതിബന്ധം താറുമാറായി. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും. ജയശങ്കർ, ജില്ലയിൽ ഒട്ടാകെ നല്ല മഴയാണെന്ന് തോന്നുന്നു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അല്ലേ ജയശങ്കർ? കാശ്മീർ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഞാൻ എന്തായാലും ഉള്ളത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ മണിമലയാറിൻ്റെ തീരത്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ തീരത്തെന്ന് പറയേണ്ടി വരും. കാരണം മണിമലയാർ പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ കരകവിഞ്ഞിരിക്കുന്നു. നിരവധി നൂറുകണക്കിന് വീടുകളിലേക്ക് തിരുവല്ല ഭാഗത്ത് വെള്ളം കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറിൻ്റെ തീരത്തല്ല, ഒരുപക്ഷെ ഒരു വീട്ടിലേക്കുള്ള വഴിയിലാണ്. ആ ഭാഗത്തെല്ലാം തന്നെ, ആ വഴിയൊക്കെ തന്നെ, ആ സ്ഥലമെല്ലാം തന്നെ നദി കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിരവധി വീടുകളുടെ പകുതി മുക്കാലോളം വെള്ളം കയറിയൊരു സാഹചര്യമാണുള്ളത്. പല കുടുംബങ്ങളെയും ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പല വീടുകളുടെയും മുറ്റത്ത് വരെ വെള്ളമെത്തിയ സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് തിരുവല്ല ഭാഗത്ത് ഈ മണിമലയാർ കരകവിഞ്ഞ് മൂലം ഉണ്ടാകുന്നത്. എന്തായാലും പ്രളയ സമാനം മുന്നറിയിപ്പാണ് നദിയിൽ എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുതന്നെ തീരത്തുള്ള ആളുകളൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നു. ആളുകൾ ഈ വെള്ളം ഉമ്മറം വരെത്തിയ ആളുകളൊക്കെ തന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അത്രമാത്രം രൂക്ഷമാണ് പത്തനംതിട്ടയിൽ മണിമലയാറിൻ്റെ കരകവിയൽ മൂലം ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. പതിവുപോലെ എല്ലാ വർഷങ്ങളിലും മഴ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ വെള്ളം വീട്ടിലേക്ക് ഇരച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പലയിടങ്ങളിലും ഒരാൾ പൊക്കത്തിലൊക്കെയാണ് വീടിന് നേരെ വെള്ളം ഉണ്ടായിരിക്കുന്നത്. ആളുകളൊക്കെ തന്നെ ഇവിടുന്ന് കുടുംബങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. സമാനമാണ് പമ്പാ നദിയിലെയും ഒപ്പം തന്നെ അച്ചൻകോവിലാറിലേക്ക് സ്ഥിതി. പക്ഷേ അവിടെ വെള്ളം ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. പല പാലങ്ങളുടെ അടുത്തേക്കും പാലങ്ങളുടെ മുകളിലേക്കൊക്കെയാണ് വെള്ളം വന്നിട്ടുള്ളത്. പക്ഷേ മണിമലയാറിലേക്ക് വരുമ്പോൾ നദി കരകവിഞ്ഞിരിക്കുന്നു. ആളുകൾ പ്രതിസന്ധിയിലാണ്. ഈ നാട്ടുകാരുൾപ്പെടെയുള്ള കുറച്ച് ക്യാമ്പിലേക്കൊക്കെ മാറാത്ത നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ചേച്ചി, വലിയ ബുദ്ധിമുട്ടാണല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേസമയം ഞങ്ങൾ ഇറങ്ങേണ്ടതായിട്ട് വരും. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. കുറേ വീടുകൾ മുങ്ങിയല്ലോ. ഒത്തിരി വീടുകളെല്ലാം വെള്ളത്തിലായി. എല്ലാവരും സാധനങ്ങളൊക്കെ കരയ്ക്ക് എത്തിച്ചു. ക്യാമ്പിലും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ചേട്ടാ, വലിയ ബുദ്ധിമുട്ടാണല്ലോ. പതിപോലെ ഇപ്പം ഈ നേരത്തെയായി ഈ പ്രാവശ്യം അല്ലേ? നേരത്തെ ഭയങ്കര പൊക്കമോ ഇപ്പം നല്ല ശരി പൊക്കമോ. 2 ദിവസം കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ബാക്കിയുള്ള സ്ഥലത്തേക്ക് കയറില്ലേ? ബാക്കി മുഴുവൻ സ്ഥലങ്ങളും കയറും. ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ പോകുന്നു. സാധനമൊക്കെ പാക്കിങ്ങിലാണോ? പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഉച്ചയോടി കൂടി പോകാനുള്ളതാണോ? അതായത് ആശ്മി, എല്ലാവരും ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം അത്രമാത്രം വെള്ളം വന്നു തുടങ്ങി. മൺസൂണിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ജൂൺ മാസം പോലും ആയിട്ടില്ല. സ്വതവേ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ വെള്ളം ഇരച്ച് വരാറുള്ളത്. പക്ഷേ ഇത്തവണ നേരത്തെ വന്നു. ചേച്ചിയുടെ വീടല്ലേ അവിടെ മുഴുവൻ മുങ്ങിയിരിക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ടല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ അടുത്തുള്ളൊരു വീട്ടിലാണ് ഈ സമയത്ത് വെള്ളം കയറാറില്ലല്ലോ? ഇല്ല, കഴിഞ്ഞ വർഷം ഇതുപോലെ മെയിൽ എങ്ങനെ കയറിയായിരുന്നു. ഈ വർഷം ഇത്രയും എപ്പോഴും ദുരിതമാണ്. വെള്ളമാണ് ഇവിടെ അങ്ങ് മഴ ആറ്റിൽ ഇച്ചിരി ഒന്ന് വെള്ളം വന്നാൽ ഇങ്ങോട്ട് കയറും. അങ്ങ് വലിയ പാടാണ്. അതേ ആശ്മി, അതാണ് ജനങ്ങൾക്ക് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം ഇങ്ങനെ ഓരോ മഴക്കാലത്തും അവരെ ഇതിലേക്ക് വരുന്നു. എന്തായാലും ഇത്തവണ അത് പതിവിലും നേർത്തിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതിന്റെ ഭീകരത, ആ വീടിന്റെ ഭീകര ദൃശ്യങ്ങളാണ്. മാത്രമല്ല നമുക്കൊരു പക്ഷേ ഇത് നേരിട്ട് അനുഭവിക്കാത്തവർക്ക് ഒരു പക്ഷേ ആ ആശങ്ക, ആവലാതി ഒന്നും ചിലപ്പോൾ പിടികിട്ടണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. കൂടും ഈ പറയുന്ന എന്താണ് കിടപ്പാടവും പെട്ടിയും ഒക്കെ ഇങ്ങനെ അടക്കി വെച്ചത് ക്യാമ്പിലേക്കൊക്കെ പോവുക, വീട് മൊത്തം വെള്ളം കയറുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത അനുഭവമാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ അവസ്ഥ.